അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പുറകെയാണ് ജനം അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഈ ന്യൂ ജനറേഷൻ സ്പിരിറ്റിനാണ് എപ്പോഴും ഒരു ആൾക്കാർ കൂടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഞാൻ ഈ ന്യൂ ജനറേഷൻ സ്പിരിറ്റിനെ നമ്മൾക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ പറയുവാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയുക. ന്യൂ ജനറേഷൻ സ്പിരിറ്റുള്ള ആൾക്കാർ ഒന്നാമത് ചെയ്യുന്നത് ഒരു വചനത്തെ മറിച്ച് കളയും. എന്ന് വെച്ചാൽ വചനത്തെ മറിച്ച് കളയുക എന്ന് വെച്ചാൽ തങ്ങളുടെ ആ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ ആ ഒരു ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവർ വചനത്തെ വളച്ചൊടിച്ച് കളയും. അതായത് വചനം നേരായ രീതിയിൽ പ്രസംഗിക്കാതെ ആ വചനത്തെ ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരതിനെ അങ്ങ് വളച്ചൊടിച്ച് കളയും. എന്ന് വെച്ചാൽ ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയും. അത് പഴയ കാലത്തുമുണ്ട്, പഴയ കാലത്തും പുതിയ കാലത്തും ഒക്കെ ഉണ്ട്. ദേവദാസന്മാർ പറയുന്നൊരു കാര്യമുണ്ട്, അവരുടെ തെറ്റുകളെ ആരും ചൂണ്ടിക്കാണിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് അവർ പറയും, എന്ത് പറയും, ദേവദാസന്മാർക്കെതിരെ സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറയും. അങ്ങനെ വചനമുണ്ടോ? അങ്ങനെ വചനമൊന്നുമില്ല. എൻ്റെ അഭിഷിക്തന്മാരെ തുടരുതെന്നുണ്ട്. അത് എന്തു വെച്ചിട്ടാണ്? അഭിഷിക്തനെ തുടരുതെന്നാണ്. അത് എന്ത് വെച്ചിട്ടാണെന്നുള്ളത് നമ്മൾക്കത് മനസ്സിലാകും. ഓക്കെ, അത് നമ്മൾ വചനം വായിക്കുമ്പോൾ നമ്മൾക്കത് മനസ്സിലാകുന്ന കാര്യമാണ്. ആരാണ് ദൈവത്തിൻ്റെ അഭിഷിക്തൻ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആ അഭിഷിക്തനെ തുടരുത് എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് വിരോധമായി, ദൈവജനത്തിന് വിരോധമായി നമ്മൾ പല വിധത്തിലുള്ള പാപങ്ങൾ ചെയ്തിട്ട് ആ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെ അല്ല വചനം എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അതൊക്കെ നമ്മൾ തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ വിശദമായിട്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും. ഇപ്പോൾ ഞാൻ ഈ ന്യൂ ജനറേഷൻ സ്പിരിറ്റ് എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് മാത്രമാണ്. അപ്പോൾ വചനത്തെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുക? ക്രോഡീകരിച്ച് കളയുക എന്ന് പറയുന്നത് പോലെ നമ്മൾക്കറിയാം, എന്താ പറയുക, പല വിധത്തിൽ വചനത്തെ ക്രോഡീകരിച്ച് കളയും അല്ലേ. അപ്പോൾ അതെല്ലാം എന്താണ്? ഈ ന്യൂ ജനറേഷൻ സ്പിരിറ്റാണ്. പിന്നെ രണ്ടാമത് എന്താണ്? ഇവർ പാപത്തെ ലഘൂകരിക്കും. എന്ന് വെച്ചാൽ പാപത്തിനെ കുറിച്ചൊന്നും ഇവർക്ക് വലിയ ധാരണയൊന്നുമില്ല കേട്ടോ. ഇവരെന്ത് ചെയ്യും? ഇവരുടെ ശുശ്രൂഷകളെ എടുത്താൽ അറിയാം, മെയിനായിട്ടും ഇവരുടെ ശുശ്രൂഷയിൽ വചനമില്ല. ഓക്കെ, അപ്പോൾ വചനം ഇവർ വലിയ കാര്യമായിട്ടൊന്നും പറയത്തില്ല. ഇവർ ആകെ 1-2 വാക്കൊക്കെ എടുക്കും. ആ വാക്ക് എടുത്തിട്ട് അതിനെക്കുറിച്ച് പിന്നെ ഇവർ വേറെ ഏതാണ്ടൊക്കെ പറയും. അത് പറയുന്ന അവർക്ക് മനസ്സിലാകത്തില്ല, കേൾക്കുന്ന ജനത്തിന് മനസ്സിലാകത്തില്ല. അങ്ങനെ പല വിധത്തിൽ ഇവർ ഏതാണ്ടൊക്കെ അവിടെ കാട്ടിക്കൂട്ടും. ഒന്നാമത് ഇവരുടെ ശുശ്രൂഷയിൽ എന്തുണ്ടാകത്തില്ല? വചനം ഉണ്ടാകത്തില്ല. രണ്ടാമത് എന്താണ്? പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള പരാമർശം പോലും ഇവരുടെ ശുശ്രൂഷകളിൽ കാണാറില്ല. കാരണം പരിശുദ്ധാത്മാവ് എന്താണ്? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നു കഴിയുമ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്? നമ്മളെ സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തും അല്ലേ. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കി തരും. നമ്മുടെ പാപത്തെക്കുറിച്ചൊക്കെ നമ്മൾക്ക് ബോധ്യം വരുത്തി തരും പരിശുദ്ധാത്മാവ്. പക്ഷേ ഈ ന്യൂ ജനറേഷൻ സ്പിരിറ്റുള്ള ആൾക്കാർ എന്താണ് ചെയ്യുന്നത്? അവരുടെ ശുശ്രൂഷകളിൽ എന്തില്ല? പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുള്ള പരാമർശം തീരെയില്ല. അവർ വെറും ലൗകിക കാര്യങ്ങൾ മാത്രമായിരിക്കും സംസാരിക്കുന്നത്. നിന്നെ ഞാൻ അതാക്കും, നിന്നെ ഞാൻ ഇതാക്കും, നിന്നെ ഞാൻ അങ്ങോട്ടയക്കും, ഇങ്ങോട്ടയക്കും, അങ്ങനെ ഇങ്ങനെയെന്നുള്ള ഭൗതികമായ കാര്യങ്ങൾ മാത്രമായിരിക്കും ഇവരുടെ ശുശ്രൂഷയിൽ ഉള്ളത്. ഓക്കെ, ഇനി മൂന്നാമത്തത് എന്താണ്? ഇവർ ആത്മീയരാണെന്ന് ധരിപ്പിക്കത്തക്കവണ്ണമുള്ള കാട്ടിക്കൂട്ടലുകൾ. എന്ന് വെച്ചാൽ സ്റ്റേജിൽ കിടന്നുകൊണ്ട്